ഹലോ ഗൈസ്, കോമിക് കേരള. നമ്മൾ നോക്കാൻ പോകുന്നത് സാൻഡിക കോമിക്കുള്ള നമ്മുടെ മാർവലിൻ്റെ ആനിമേഷൻ പാനലായിരുന്നു. ഇന്നലെ രാത്രി ലൈവ് ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, നമുക്ക് ഇപ്പോൾ തന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് വീഡിയോയിലേക്ക് പോവാം. മാർവൽ സൈഡിൽ നിന്ന് കിഡിലെ അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പല ആനിമേഷൻ ഷോസിൻ്റെ പല ഫസ്റ്റ് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും ഈ വീഡിയോ തന്നെ. എന്തായാലും ഈ ഒരു അപ്ഡേറ്റ്സ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ അപ്ഡേറ്റ് നമ്മുടെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഗ്രൂട്ട് എന്ന ഒരു ഷോർട്ട് സീരീസിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങളെല്ലാം കണ്ടു കാണും. എന്തായാലും അത് ഓഗസ്റ്റ് 10 എന്തായാലും ഇറങ്ങും. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് ഫണ്ണി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഐ ആം ഗ്രൂട്ട് എന്ന ഒരു ഷോർട്ട് സീരീസ് മിക്കവാറും എനിക്ക് തോന്നുന്നു 10 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനൊരു ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ ട്രെയിലറൊക്കെ നമ്മുടെ ചാനലിൽ വരും ദിവസം വരുന്നതാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പൈഡർമാൻ ഫ്രഷ്മൻ ഇയർ. സോ ഗൈസ്, നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നപ്പോഴത്തേക്ക് അതിൻ്റെ അപ്ഡേറ്റും കൂടാതെ സ്പൈഡർമാൻ ഫ്രഷ്മൻ ഇയറിൻ്റെ സെക്കൻഡ് സീസൺ ഇവർ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്പൈഡർമാൻ ഫ്രഷ്മൻ ഇയർ 2024 അവർ സ്ട്രീം ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. സോ ഗൈസ്, സ്പൈഡർമാൻ ഫ്രഷ്മൻ ഇയറിൽ ഒരുപാട് ക്യാമിയോസ് വരാൻ പോകുന്നു. എന്ത് പറയാം, നമ്മുടെ MCയിൽ വെച്ച് ആദ്യത്തെ ഹാരി ഹോസ്ബോണിൻ്റെ ക്യാമിയോ വരാൻ പോകുന്നത് ഇതിൽ തന്നെയാണ്. മാത്രമല്ല, നോർമൻ ഹോസ്ബോണാണ് നമ്മുടെ അയൺമാന് പകരം നമ്മുടെ MCയിലെ നമ്മുടെ പീറ്റർ പാക്കറിൻ്റെ മെൻറ്ററായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു സീരീസിൽ. മാത്രമല്ല, സ്പൈഡർമാൻ ഫ്രഷ്മൻ ഇയറിൽ നിക്കോ മിനറു എന്നൊരു ക്യാരക്ടർ കൂടെ അവിടെ വരാൻ പോവുകയാണ്. ഇതൊന്നും കൂടാതെ നമ്മുടെ ഡെയർ ഡെവിലും ഈ ഒരു സീരീസിൽ അപ്പിയറൻസ് നടത്താൻ പോകുന്നത്. തൻ്റെ ഒറിജിനൽ സൂട്ടായി ബ്ലാക്ക് സൂട്ട് ഇട്ടാണ് അപ്പിയറൻസ് നടത്താൻ പോകുന്നത്. സോ ഗൈസ്, എന്തായാലും ഇത് വേറെ ലെവലായിരിക്കും. ഇതൊന്നുമല്ല ഒരു ഹൈലൈറ്റ്, നമ്മുടെ സാക്ഷാൽ ഡോക്ടർ സ്ട്രേഞ്ച് ഈ ഒരു സീരീസിൽ അപ്പിയറൻസ് നടത്താൻ പോകുന്നത്. സോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾറെഡി സ്പൈഡർമാൻ നോ വേ ഹോമിൽ ഡോക്ടർ സ്ട്രേഞ്ച് വന്ന് പുള്ളിക്കാരോട് എന്തൊക്കെയാണ് കാണിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഇതൊക്കെ ഡോക്ടർ സ്ട്രേഞ്ച് വരുന്നതുകൊണ്ട് ഈ ഒരു സീരീസിൻ്റെ ഹൈപ്പ് അങ്ങ് പീക്ക് ലെവൽ വരുന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ സ്ട്രേഞ്ച് ഈ ഒരു സീരീസിൽ വെറും ഡോക്ടറായിട്ടായിരിക്കും അപ്പിയറൻസ് നടത്താൻ പോകുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിക്കാരൻ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ മാറിയിരിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർവൽ വാട്ട് ഇഫ് സീസൺ 2. അത് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. വാട്ട് ഇഫ് സീസൺ 2 എന്തായാലും നമുക്ക് അധികം കാലം വെയിറ്റ് ചെയ്യേണ്ട. കാരണം 2023 നമ്മുടെ മുന്നിൽ എത്തും. വാട്ട് ഇഫ് സീസൺ 2ൻ്റെ എപ്പിസോഡിൽ കുറേ എക്സ്ട്രാ ഷോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെലയെ പറ്റി എന്തായാലും ഒരു എപ്പിസോഡ് വരുന്നുണ്ട്. ക്യാപ്റ്റൻ കാർട്ടർ മീറ്റ് ദ വിൻ്റർ സോൾജർ എപ്പിസോഡ് വരുന്നുണ്ട്. ടോണി സ്റ്റാർക്ക് ഓൺ സക്കർ വിത്ത് വാൽക്കേരി ആൻഡ് ഹൾക്ക്, ആ ഒരു എപ്പിസോഡും കിടിലായിരിക്കും. എന്തായാലും പുതിയ വാട്ട് ഇഫ് 4 എപ്പിസോഡ് എന്തായാലും ഒഫീഷ്യൽ കൺഫേംഡ് ആണ്. അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകത നമ്മുടെ ഓഡിൻ വേഴ്സസ് ദ മാൻഡ്രിൻ, അത് അടിപൊളി എപ്പിസോഡ് ആയിരിക്കും തോന്നുന്നു. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ ഫ്രഷ്മൻ ഇയർ എന്നാണ്. നമ്മുടെ സ്പൈഡർമാൻ ഫ്രഷ്മൻ ഇയറിൽ നമ്മുടെ സ്പൈഡർമാൻ ഇടാൻ പോകുന്ന ഒഫീഷ്യൽ സൂട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സോ ഗൈസ്, ഈ ഒരു സൂട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, ഈ ഒരു സൂട്ട് പക്ക ഹോം മെയ്ഡ് ആണ്. ഈ ഒരു സൂട്ടിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്പൈഡർമാൻ ഫ്രഷ്മൻ ഇയറിൽ സ്പൈഡർമാൻ അപ്പിയറൻസ് നടത്താൻ പോകുന്നത്. ഇത് കൂടാതെ തന്നെ 1 കിലോ കടങ്ങ് സൂട്ടുള്ള അപ്പിയറൻസ് നടത്തുന്നുണ്ട്. ആ സൂട്ടിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നതാണ്. ഇതൊന്നും കൂടാതെ ഒരു ടണ്ണ് കണക്ക് വില്ലന്മാരെ നേരിടാൻ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു MCU വേർഷൻ ഓഫ് പീറ്റർ പാക്കറിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പിക്ക് ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ മാർവൽ സോംബീസ് ആണ്. സോ ഗൈസ്, ഈ ഒരു മാർവൽ സോംബീസ് എന്ന് പറഞ്ഞാൽ മാർവലിലൊക്കെ വെച്ച് കുറച്ച് R-rated കണ്ടന്റ് ഉണ്ടെന്ന് അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഫസ്റ്റ് ലുക്ക് പിക്കും കിട്ടുന്നുണ്ട്. നമ്മുടെ സ്കാർലറ്റ് വിച്ച് സോംബി ഉണ്ട്, ഹോക്കായി, ഒക്കോയ്, അബോമിനേഷൻ, ക്യാപ്റ്റൻ മാർവൽ, ക്യാപ്റ്റൻ അമേരിക്ക, ഇവരെല്ലാവരുടെയും ഒരു സോംബി വേർഷൻ നമുക്ക് കാണുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ കമലാക്കാൻ്റെ മിസ് മാർവലിൻ്റെ വേർഷനും വരുന്നുണ്ടെന്ന് റൂമറുണ്ട്. ബിഷപ്പിൻ്റെയും സോംബി വേർഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ പുതിയ കുറേ ക്യാരക്ടേഴ്സ് നമ്മുടെ ഷാങ്-ചി ഇവരെല്ലാവരും ഈ ഒരു സീരീസിൽ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇക്കാരിസിൻ്റെ ഒരു സോംബി വേർഷൻ എന്ന് പറഞ്ഞാൽ സോംബി സൂപ്പർമാനെ പോലെയാണ് ഒരു ടീസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസ് നമ്മുടെ ഡിസ്നി പ്ലസ് വരാൻ പോകുന്നത് 2024 റിലീസ് ചെയ്യാൻ പോകുന്നത് മാർവൽ സോംബീസ്. സോ ഗൈസ്, കട്ട വെയിറ്റിംഗ് ആണ്. മാത്രമല്ല, ഈ ഒരു സീരീസ് കണ്ടിട്ട് എന്തൊക്കെയോ പ്രത്യേകത നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഷാങ്-ചി, റെഡ് ഗാർഡിയൻ, കേറ്റ് ബിഷപ്പ് ഇവരെല്ലാം കൂടെ ചേർന്നായിരിക്കും ഈ മാർവൽ സോംബീസിനെ നേരിടണം എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ X-Men 97 എന്നൊരു കാർട്ടൂണാണ്. സോ ഗൈസ്, ഈ ഒരു കാർട്ടൂൺ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ കാർട്ടൂൺസിൻ്റെ റീബൂട്ട് വേർഷൻ തന്നെയാണ്. ഈ ഒരു കാർട്ടൂൺ സീരീസ് നമുക്ക് പുതിയൊരു ഫസ്റ്റ് ലുക്ക് പിക്ക് ഇവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, ഇതൊരു 2D ആനിമേഷൻ പിക്കാണ്. ഒരിക്കലും ഇതിൻ്റെ ആനിമേഷൻ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ആനിമേഷൻ 2D ആണ്. എനിക്ക് പേഴ്സണലി ഈ ആനിമേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, ഈ ഒരു സീരീസിൽ ലീഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാക്ഷാൽ മാഗ്നറ്റോയാണ്. കാരണം പ്രൊഫസർ സേവിയറിന് പകരം നമ്മുടെ മാഗ്നറ്റോയാണ് ഈ ഒരു ടീം കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ X-Men 97 സീസൺ 2 ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. സീസൺ 1 നമുക്ക് 2023 നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതൊന്നും കൂടാതെ നമ്മുടെ വാട്ട് ഇഫ് സീസൺ 3 ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, എന്തായാലും ഇരട്ടി സന്തോഷമാണ്. മാത്രമല്ല, നമ്മുടെ ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വാണ്ട മാക്സിമോഫിൻ്റെ സോംബി വേർഷൻ. ആ ഒരു മാർവൽ സോംബീസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന സീരീസ്. ഇതൊന്നും കൂടാതെ ഇവർ കാണിച്ച ഈ ഒരു പിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വക്കാണ്ടയായിരിക്കും. കാരണം വക്കാണ്ടയിലായിരിക്കും. കാരണം നമ്മുടെ ലാസ്റ്റ് ടാനോസ് അവിടെ നിന്ന് വന്നിരിക്കുന്നത് വക്കാണ്ടെ വെച്ചായിരുന്നു. അപ്പോൾ ഇതിന് തോന്നുന്നു ഈ ഒരു സീൻ ഇനി തുടങ്ങുന്ന കണ്ടിന്യൂഷൻ ആയിരിക്കും. വക്കാണ്ടെ വെച്ചൊരു ഫൈറ്റ് ആയിരിക്കും. എന്തായാലും ക്യാപ്റ്റൻ അമേരിക്കയുടെ സോംബി വേർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ക്യാപ്റ്റൻ മാർവൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്ക് ഈ ഒരു കോമിക് കോൺ ഇവൻറ്റിൽ തന്ന അപ്ഡേറ്റ്സ് ഒക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ഈ സീരീസിൽ നിങ്ങൾ ഏതൊക്കെ സീരീസാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന താഴെ രേഖപ്പെടുത്തുക. സോ ഗൈസ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം.